നിലമ്പൂരിൽ ആര് ജയിക്കും ഈ ചോദ്യം ബി ജെ പിയോടാണെങ്കിൽ അവരുടെ മറുപടി എം സ്വരാജ് എന്നായിരിക്കും. അവിടെ ബി ജെ പി വോട്ട് മറിക്കുമെന്നങ്ങനെ ഉറപ്പായിരുന്നു. അത് സമ്മതിച്ചിരിക്കുകയാണ് ബി ജെ പി. സി പി എം ബി ജെ പി ബന്ധം മറനീക്കി പുറത്തു വരുമ്പോൾ ലക്ഷ്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പരാജയമാണ്. പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയോടെ ഇറങ്ങുകയും കോൺഗ്രസിന് മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്ത ബി ജെ പി ആ വിരോധം തീർക്കുകയാണ് സി പി എമ്മിന് വോട്ട് മറിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അത് പരസ്യമായി അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. ബി ജെ പി അനുകൂല മാധ്യമ നിരീക്ഷകൻ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലും ഒളിഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. മാധ്യമങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഷാബു പ്രസാദിന്റെ പ്രഖ്യാപനം സി പി എം ബി ജെ പി ബന്ധം യു ഡി എഫ് ആരോപിക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പി അനുകൂല വക്താവിന്റെ കുറിപ്പ് വരുന്നത്. അതായത് നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും, അടുത്ത 10 മാസം മന്ത്രിയുമാകും, കാലാകാലങ്ങളായി കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. 2026 തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന യു ഡി എഫിന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂരിലെന്നും പറയുന്ന ബി ജെ പി വക്താവ് വോട്ടു കച്ചവടം പറയാതെ പറഞ്ഞു പോവുകയാണ്. തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ആഞ്ഞു പിടിക്കുന്ന ബി ജെ പി ഇപ്പോൾ തണുപ്പൻ മട്ടിലാണ് കാര്യങ്ങൾ നിലമ്പൂരിൽ ചെയ്യുന്നത്. ഇത് സി പി എമ്മിനെ സഹായിക്കാനാണെന്ന രീതിയിൽ ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് ബി ജെ പി നിരീക്ഷകന്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. നിലമ്പൂരിൽ ഇനി ഓവർ ടൈം പണിയെടുക്കേണ്ടെന്ന നിർദ്ദേശമാണ് തലപ്പത്ത് നിന്ന് പാർട്ടി അണികൾക്കും മലപ്പുറത്തെ നേതാക്കന്മാർക്കും കിട്ടിയിരിക്കുന്നത്. പുറമേ നിന്ന് താരപ്രചാരകരോ മറ്റ് പ്രവർത്തകരോ വൻതോതിൽ ഫണ്ടോ എത്തില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തകർ മാത്രമേ ഉണ്ടാകൂ എന്നും തോൽവിയുടെ ഭാരം കുറയ്ക്കുക മാത്രം ചെയ്താൽ മതിയെന്നും എല്ലാം ബി ജെ പിക്കാർക്കും തലപ്പത്ത് നിന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞു. വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ സംസ്ഥാനമെമ്പാടുമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നതാണ് ഒരു പതിവ്. ഇക്കുറി അതുണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബി ജെ പി ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളുടെ താളം തെറ്റാതിരിക്കാനാണ് ഇത്തരത്തിൽ നീക്കമെന്നും പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും സംസ്ഥാന നേതാക്കളും താരപ്രചാരകരായി നിലമ്പൂരിൽ വെറുതെ സന്ദർശനം നടത്തി മടങ്ങി. ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ വേണ്ട എന്നാണ് സാരം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമാന്തരമായി നിർവഹിക്കണമെന്നും നേതാക്കന്മാർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളോട് ജൂൺ 5 മുതൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലമ്പൂരിൽ തങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിലമ്പൂർ പിടിക്കാനല്ല, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനാണെന്നും പറയുന്നു. ഡോക്ടർ എം അബ്ദുൾ സലാം, ഷോൺ ജോർജ്, ജിജി ജോസഫ്, നോബൽ മാത്യു, സുമുത് ജോർജ് തുടങ്ങിയവരോടാണ് മണ്ഡലത്തിൽ തന്നെ തങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ ക്രൈസ്തവ വോട്ട് നേടുകയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് ബി ജെ പി ഉണ്ടായിരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം അടിവരയിട്ട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടന്ന കോർ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പാർട്ടിയുടെയോ മുന്നണിയുടെയോ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യം ഉയർത്തിയതോടെയാണ് നേതൃത്വം ആ വഴിക്ക് തിരിഞ്ഞത്. സ്ഥാനാർത്ഥിയെ നിർത്തുക വഴി കോൺഗ്രസിന് പോകുന്ന വോട്ടുകൾ തടഞ്ഞു നിർത്തി അത് പിന്നീട് സി പി എമ്മിന് മറിച്ചു വിൽക്കുന്ന ഒരു കച്ചവട രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ബി ജെ പി പയറ്റുന്നത്.